പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഐ ദൊർമിത്തോ ബേനെ. വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇറ്റലിയിലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നന്നായിട്ട് ഉറങ്ങിയോ? നന്നായിട്ട് ഉറങ്ങിയെങ്കിൽ അന്നത്തെ ദിവസം ശുഭമാണ് എന്നതാണ് അവരുടെ വിശ്വാസം. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾ കൊച്ചുരേശ്വര സ്പിരിച്വൽ സെൻ്ററിന് വേണ്ടി നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. റിലാക്സ് ആൻഡ് ഡി സ്ട്രെസ്, റിലാക്സ് ചെയ്യുക, സ്ട്രെസ്സിനെ കുറയ്ക്കുക എന്നുള്ള ഒരു തലക്കെട്ടോടെയാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുക. സെൽഫ് കോൺഫിഡൻസ് എങ്ങനെ വളർത്തിയെടുക്കാം, എങ്ങനെ പരിപോഷിപ്പിക്കാം, എങ്ങനെ നമ്മൾ ആത്മവിശ്വാസത്തിൽ നിറഞ്ഞവരായിട്ട് ജീവിക്കാം എന്നതിനെക്കുറിച്ചുള്ള 9ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്ലാസ്സുകളെല്ലാവരും കേൾക്കണം. നമ്മൾ ആത്മവിശ്വാസക്കുറവുണ്ടെങ്കിൽ അതേത് മേഖലയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കണം. ആത്മവിശ്വാസമുള്ളവരായിട്ട് വളരാനായിട്ട് നിങ്ങളോരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റിലാക്സേഷൻ ടെക്നിക്കൊക്കെ ഒരുപാട് വളർന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, ആരൺ ബെക്കിൻ്റെയൊക്കെ. നമുക്ക് നമ്മുടെ മൈൻഡിനെ ഒന്ന് ക്രമീകരിച്ചെടുക്കണം. അതിന് റിലാക്സേഷൻ വളരെ അത്യാവശ്യമാണ്. എന്നാൽ ഇതിനൊന്നും പോകാതെ നന്നായിട്ട് റിലാക്സ് ചെയ്യാവുന്ന ഒരു രീതിയാണ് നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളത്. ഏതൊരു വ്യക്തിയായാലും 7 to 8 hours, ഏറ്റവും കുറഞ്ഞത് 7 മണിക്കൂറെങ്കിലും കിടന്ന് ഉറങ്ങണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ നന്നായിട്ട് ഉറങ്ങിയോ എന്ന് ചോദിക്കും. നന്നായിട്ട് ഉറങ്ങിയെങ്കിൽ ഓക്കെയാണത്. അപ്പം നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ് റിലാക്സേഷൻ ടെക്നിക്കിന് ഏറ്റവും പറ്റിയ മാർഗം. അതിരാവിലെയൊക്കെ എഴുന്നേറ്റ് ഓടുന്നവരെയൊക്കെ കണ്ടിട്ടില്ലേ? ജോഗിങ് അല്ലെങ്കിൽ എന്തെങ്കിലും കൊച്ചു കൊച്ചു എക്സർസൈസുകളൊക്കെ ചെയ്യുക, 20 മിനിറ്റെങ്കിലും നടക്കുക, കുറേ പേരെ കാണുവാനായിട്ട് സാധിക്കും. അത് ശരീരത്തെക്കുറിച്ചുള്ള ബോധ്യം കൊണ്ടല്ല, മറിച്ച് നല്ലൊരു പ്ലസൻ്റായിട്ടുള്ള ഒരു ദിവസം തുടങ്ങണമെങ്കിൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ബ്ലഡ് സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയാണ്. നന്നായിട്ട് കിടന്ന് ഉറങ്ങാനായിട്ട് സാധിക്കുക. രാവിലെ എഴുന്നേറ്റ് കുറച്ച് നേരം നടക്കുവാനോ ഓടുവാനോ, കുറച്ച് 20 മിനിറ്റെങ്കിലും എക്സർസൈസ് ചെയ്യണമെന്ന് പറയില്ലേ, ശരീരത്തിന് ആവശ്യമാണത്. അത് നൽകുവാനായിട്ട് നമുക്ക് സാധിക്കണം. കുറേ പേരുണ്ട് നന്നായിട്ട് റീഡിങ്, വായന, അല്ലെങ്കിൽ മ്യൂസിക് കേൾക്കുക, അല്ലെങ്കിൽ സ്റ്റാമ്പ് കളക്ഷൻ നടത്തുക. നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് ഹോബീസൊക്കെ ഉള്ളത് എപ്പോഴും നല്ലതാണ്. കുറച്ച് പേരിരുന്ന് TV കാണുന്നത് കാണാം. അതും മനസ്സിനെ സാന്ത്വനപ്പെടുത്താനായിട്ട്, ഒരു റിലാക്സേഷൻ കിട്ടുവാനായിട്ട് വളരെ നല്ല കാര്യമാണ്. ഇനി കുറേ പേരെങ്കിലും മദ്യപിക്കുന്നവരുണ്ട്, ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരുണ്ട്. എല്ലാം ഒരു റിലാക്സേഷൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പം ഞാനെപ്പോഴും ഇറ്റലിയിലെ കാര്യം പറയുന്നത്, ഞാൻ 10 വർഷം അവിടെ ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ. ഇറ്റലിയിലൊക്കെ ഞായറാഴ്ച ദിവസം അവർ ഫുൾ കിടന്ന് ഉറങ്ങും. അന്നത്തെ ദിവസം അവർ രാവിലെ ദിവ്യബലിക്ക് പോവുക. ആത്മീയ കാര്യങ്ങൾ ഒഴിച്ചാൽ ബാക്കിയുള്ള സമയം മുഴുവനും അവർ റെസ്റ്റ് എടുക്കും. നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല അവിടുത്തെ ഭക്ഷണ രീതികൾ. അവർ ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നത് 12:30 ആ 12:30 അവർ അപ്പരറ്റീവ്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, വിശപ്പുണ്ടാകാനായിട്ട്. അതെല്ലാം പാക്കിംഗ് ആണ്. ആ പാക്ക് കൊണ്ടെന്ന് വെച്ച് അവർ കഴിച്ചുകൊണ്ടിരിക്കും. അത് കഴിച്ച് തീരുമ്പോൾ അവർ പോയി പാസ്ത ഉണ്ടാക്കും, അതിന് 20 മിനിറ്റ് അത് കഴിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇറച്ചി, എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ എല്ലാം വയ്ക്കുക, കഴിക്കുക. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള സമയം മുഴുവനും അവർ റിലാക്സ് ചെയ്യും. ശരീരത്തിന് റിലാക്സേഷൻ കിട്ടേണ്ടത് സെൽഫ് കോൺഫിഡൻസ് വളർത്തിയെടുക്കാനായിട്ട് വളരെ അത്യന്താപേക്ഷിതമാണ്. ശരീരത്തിന് റിലാക്സേഷൻ കിട്ടണം. അതുകൊണ്ടാണ് 9 മണിക്ക് ഉറങ്ങണം എന്നൊക്കെ പറയുക. എൻ്റെ അടുത്ത് കുട്ടികളെയും കൊണ്ട് വരുമ്പോൾ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യവും അത് തന്നെയാണ്. കൃത്യമായിട്ട് ഉറങ്ങാറുണ്ടോ? ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ കുറേ നേരം പാതിര 12 മണി 1 മണിയൊക്കെ ഇരുന്ന് റീൽസൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ശരീരത്തിന് ശരിയായിട്ടുള്ള ഉറക്കം കിട്ടുന്നില്ല. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്ന് പറയും. കിടന്നിട്ട് ഉറക്കം വരാതിരിക്കുന്നതിന് കാരണം എന്താണ്? 3-4 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ മൊബൈലിലൊക്കെ നോക്കിക്കൊണ്ടിരുന്നാൽ കണ്ണിന് ക്ഷീണമായിരിക്കും. കണ്ണിന് റിലാക്സേഷൻ കിട്ടണമെങ്കിൽ പിന്നെയും കിടന്നാലും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 40-50 മിനിറ്റൊക്കെ എടുക്കും. 1 മണിക്കൂർ താഴെ എടുക്കും. അപ്പം ഇത്രയും സമയം കണ്ണു തുറന്ന് കിടക്കുമ്പോഴെന്ത് ചെയ്യും? ഉറക്കം വരുന്നില്ല, വീണ്ടും പോയി മൊബൈൽ നോക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലേക്ക് കയറാൻ തുടങ്ങും, അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. കണ്ണിന് റെസ്റ്റ് കിട്ടുന്നില്ല,
ഉറക്കം കിട്ടുന്നില്ല. ഉറക്കം കിട്ടാതെ കഴിഞ്ഞാൽ എഴുന്നേറ്റാൽ പിന്നെ ഒന്നിനും ഒരു മൂഡുണ്ടാവുകയില്ല. എപ്പോഴും ഒരു ഇൻഡിഫറൻ്റ് ആയിരിക്കും, എല്ലാത്തിനോടും ദേഷ്യമായിരിക്കും. ദേഷ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ല, എല്ലാത്തിൻ്റെയും വിഷമങ്ങളും പ്രയാസങ്ങളും ആകുലത എല്ലാത്തിനെയും കൂടി നമുക്ക് ഒറ്റ വാക്കിൽ പറയാവുന്നൊരു വാക്കാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തതുപോലെ ടെൻഷൻ. ഈ ടെൻഷൻ കൂടി വരുമ്പോഴാണ് സ്ട്രെസ്സ് വരിക. കാരണം കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, കുടുംബത്തെ കാര്യങ്ങൾ നടക്കുന്നില്ല, ജോലി സ്ഥലത്ത് ചെന്നാൽ ജോലി സ്ഥലത്തെ കാര്യങ്ങൾ നടക്കുന്നില്ല, സൊസൈറ്റിക്ക് വേണ്ടി ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, മാതാപിതാക്കൾക്ക്, മക്കൾക്ക്, ഭാര്യയ്ക്ക്, ഭർത്താവിന്, സുഹൃത്തുക്കൾക്ക്, സമൂഹത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിൽ വരുമ്പോഴെന്തായി? സ്ട്രെസ്സായി. ഓരോടത്തും ഒന്നും കംപ്ലീറ്റ് ആവുന്നില്ല, ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. ആ സാർ അങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഓഫീസർ അങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ചേച്ചി അങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഇങ്ങനെയാണ്, എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ്. എല്ലാത്തിൻ്റെയും കാരണം എന്താണ്? നമുക്ക് ഒരു റിലാക്സേഷൻ കിട്ടുന്നില്ല നമ്മുടെ ശരീരത്തിന്, നമ്മുടെ മനസ്സിന്, നമ്മുടെ ബുദ്ധിക്ക്, നമ്മുടെ ആത്മാവിന്. മുൻപൊക്കെ നമ്മളുടെ അപ്പാപ്പന്മാരെ കണ്ടിട്ടില്ലേ? നമ്മളുടെ പഴയ വീടുകളിലൊക്കെ ചെന്നാൽ അറിയാം, ഒരു ചാരുകസേരയുണ്ട്, അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും, അവർ വിശ്രമിക്കുകയാണത്. നമുക്ക് ആ ഒരു റിലാക്സേഷൻ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരുന്നില്ല. വീട്ടിൽ വന്നാൽ ഓടിപ്പോയി പഠനം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുറച്ചൊന്ന് നന്നായിട്ട് കുളിച്ച് ഒരു 20 മിനിറ്റ് കളിച്ച് വീട്ടിൽ വന്ന് കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിച്ച്, ഇങ്ങനെയൊന്നുമില്ല. വീട്ടിൽ വരുമ്പോഴായിരിക്കും മൊബൈൽ എടുക്കാൻ തോന്നുന്നത്, അപ്പോൾ ഓടിച്ചെന്ന് മൊബൈൽ എടുക്കും. അപ്പം അത്രയും നേരം പഠിച്ച ആ ബുദ്ധിയുടെ മനസ്സിൻ്റെ ക്ഷീണങ്ങളൊക്കെ ഉണ്ട്. പിന്നെയും ഇത് തന്നെയാണ്. അപ്പം നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ആർക്കും ഒരു റിലാക്സേഷൻ കിട്ടുന്നില്ല. നമ്മുടെ അമ്മമാരെയൊക്കെ കണ്ടിട്ടില്ലേ? ഞങ്ങൾ ക്രൈസ്തവ അമ്മമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ജോലി കഴിഞ്ഞാൽ എവിടെയും കുത്തിരുന്ന് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ വല്ല നോവേന പ്രാർത്ഥനകൾ കേട്ടുകൊണ്ടിരിക്കും. ഇപ്പം ഇത് അവർക്കൊരു റിലാക്സേഷനാണ്. എൻ്റെ അമ്മയൊക്കെ ഒരുപാട് ജപമാല ഇരുന്ന് ഇങ്ങനെ ചൊല്ലുമായിരുന്നു. എപ്പോഴും മനസ്സ് ശാന്തമായിരിക്കും. ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ആത്മാവിനെ ശാന്തമാക്കുന്നതാണല്ലോ. അപ്പം നമുക്ക് റിലാക്സേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിരക്കുള്ള ഒരു ജീവിതത്തിന് അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓട്ടമാണ്, അല്ലെങ്കിൽ ഡയലോഗുകളാണ്, മീറ്റിങ്ങുകളാണ്. ഇങ്ങനെ നമ്മൾ തിരക്ക് പിടിച്ചു. ഇതിനിടയ്ക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല, ഇതിനിടയ്ക്ക് 10 മിനിറ്റ് ഒന്ന് ഇരിക്കാൻ സാധിക്കുന്നില്ല. 100 ചിന്തകളാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു സമാധാനവുമില്ല. കാരണം മക്കളുടെ ആവശ്യങ്ങൾ പറയുന്നു, ഭാര്യയുടെ ആവശ്യം പറയുന്നു, ഭർത്താവിൻ്റെ ആവശ്യം പറയുന്നു, സുഹൃത്തുക്കൾ വിളിക്കുന്നു. ഈ മീറ്റിങ്ങുകൾ എൻ്റർടൈൻമെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വിനോദങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. ഭാര്യയോടൊത്ത്, ഭർത്താവിനോടൊത്ത്, മക്കളോടൊത്ത്, സമൂഹത്തോടൊപ്പം, കൂട്ടുകാരോടൊത്ത് നമ്മൾ റിലാക്സ് ചെയ്ത് ജീവിച്ച നല്ല കാലങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര സന്തോഷപ്രദമായിരുന്നു. കൊച്ചുകുട്ടികളെ കണ്ടിട്ടില്ലേ? അവർ പഠിക്കുക, കളിക്കുക, വീട്ടിൽ വന്ന് മാതാപിതാക്കളോടുകൂടി ആയിരിക്കുക, തങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. ഈ സിമ്പിൾ ലൈഫിലേക്ക് നമുക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കണം. നമുക്ക് സാധിക്കും. അതാണ് ആത്മവിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം. ആത്മവിശ്വാസം വളരണമെന്ന് നമ്മൾ തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഹെൽത്ത്, ആരോഗ്യം വളരെ ആവശ്യമാണ്. അതിൻ്റെ ഒപ്പം നമ്മൾ ഇന്ന് പറയുന്ന റിലാക്സേഷൻ ആണ് നമ്മുടെ സ്ട്രെസ്സിനെ സ്ട്രെസ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും വലിയ ഉപാധി. അപ്പോൾ ഈ ടെൻഷൻ എവിടെ നിന്ന് വരുന്നത് എന്നൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഈ സ്ട്രെസ് എവിടെ നിന്ന് വരുന്നത് എന്നൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇതിനെല്ലാത്തിൻ്റെയും കാരണം എന്താണ്? ശരീരത്തിന് ആവശ്യമായിട്ടുള്ള റിലാക്സേഷൻ, വിശ്രമം കിട്ടുന്നില്ലെന്നുള്ളതാണ്. ശരീരത്തിന്, മനസ്സിന്, ബുദ്ധിക്ക്, ആത്മാവിന് റിലാക്സേഷൻ കിട്ടുമ്പോഴാണ് നമ്മുടെ ശരീരവും ബുദ്ധിയും മനസ്സും ആത്മാവും പ്രവർത്തന നിരതമായിട്ട് തീരുക. അപ്പോൾ സ്ട്രെസ്സിനെ ഡീസ്ട്രെസ് ചെയ്യാനായിട്ട് റിലാക്സേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ദിവസം എത്ര മണിക്കൂർ നിങ്ങളൊന്ന് കിടന്ന് ഉറങ്ങുന്നുണ്ട് ശാന്തമായിട്ടെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക. രണ്ടാമതായിട്ട് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും വിനോദം കിട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ ഏർപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക. ആൽക്കഹോളും അതുപോലെ ഡ്രഗ്സൊന്നും ഒരുപാട് സന്തോഷം തരുന്നുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തെയും അതുപോലെ ബ്രെയിനിനെയൊക്കെ ഒരുപാട് ദോഷം ചെയ്യുന്നതാണ്. ആ സമയത്ത് റീഡിങ്, മ്യൂസിക് കേൾക്കുക, സ്റ്റാമ്പ് കളക്ഷൻ, അതുപോലെ നല്ല നല്ല പ്രവൃത്തികളൊക്കെ നമുക്ക് ഒരുപാട് മനസ്സിന് ആശ്വാസം നൽകും, അതുപോലെ മനസ്സിനെ സന്തോഷമാക്കും. ചിലവരാണെങ്കിൽ കുറേ നേരം TV കാണുന്നത് കാണാം. ചിലവരാണെങ്കിൽ രാവിലെ ഏറ്റവും നല്ല കാര്യങ്ങളാണ് അതിരാവിലെ എഴുന്നേറ്റ് ഫ്രഷായിട്ടുള്ള എയറിൽ കുറച്ച് നേരം എക്സർസൈസ് ചെയ്യുക, കുറച്ച് നേരം ഒന്ന് ഓടുക, അത് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് നേരം റെസ്റ്റ് എടുത്തിട്ടൊന്ന് കുളിക്കുക.
ഇതൊക്കെ മനസ്സിനെ, ശരീരത്തെയും ബുദ്ധി, ആത്മാവിനെയൊക്കെ ഒരുപാട് റിലാക്സ് ചെയ്യിപ്പിക്കും. അപ്പോൾ റിലാക്സേഷൻ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉറങ്ങുക എന്നുള്ളത്. ഞാൻ ഉറക്കം കിട്ടുന്നില്ല എന്ന് പറയുന്നവരോടൊക്കെ ഞാനൊന്ന് പറയും, നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ഒന്ന് നന്നായിട്ടൊന്ന് കുളിക്കുക. അതുപോലെ കാല് നന്നായിട്ട് പൈപ്പിൻ്റെ ചുവട്ടിലോ അല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ വെച്ച് നല്ലോണം തണുപ്പിക്കുക. ഇന്നിപ്പോൾ ഒരുപാട് എക്സർസൈസുകളൊക്കെ പറയുന്നുണ്ട് എങ്ങനെ നമ്മുടെ സ്ട്രെസ്സ്, ടെൻഷൻസൊക്കെ കുറയ്ക്കാമെന്നൊക്കെ. അതൊക്കെ ഒന്ന് കേൾക്കുക, ഒന്ന് മനസ്സിലാക്കുക. അങ്ങനെ നമുക്ക് ഡീസ്ട്രെസ് ചെയ്തുകൊണ്ട് നല്ല റിലാക്സേഷനോടെ, വിനോദത്തോടെ ആത്മാവിനെയും മനസ്സിനെയും ബുദ്ധിയെയും ശരീരത്തെയും നമുക്ക് എപ്പോഴും വളരെ ശാന്തമാക്കി കൊണ്ടുപോകാനായിട്ട് റിലാക്സേഷൻ എന്നുള്ള ആ ടെക്നിക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ റിലാക്സേഷൻ ടെക്നിക്കൊക്കെ പറഞ്ഞു തരാനൊക്കെ എനിക്ക് സാധിക്കും. ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ബെഡിലൊക്കെ കാലിങ്ങനെ വെച്ചിരിക്കുക, എന്നിട്ട് നമ്മുടെ കണ്ണുകൾ അടയ്ക്കുക, നമ്മുടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ശ്വാസം പുറത്തേക്ക് വിടുക, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ശ്വാസം പുറത്തേക്ക് വിടുക, പിന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, 2 മിനിറ്റ് ഹോൾഡ് ചെയ്യുക, അതിനുശേഷം അത് പുറത്തേക്ക് വിടുക. അങ്ങനെ മനസ്സിനെ ശാന്തമാക്കി കൊണ്ടുവന്ന് ശേഷം നമ്മുടെ ശ്വാസത്തിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ നടന്നു പോകുന്ന കഴിഞ്ഞ കാലങ്ങൾ, വരും കാലങ്ങളൊക്കെ പതിയെ നമ്മൾക്ക് പ്രസൻറ്റിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. ഈ നിമിഷത്തിൽ ജീവിക്കുക. ഈ നിമിഷത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. അതിന് ഈ ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധിക്കുന്നത്, ബ്രീത്തിങ്ങിൽ ശ്രദ്ധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കുന്നില്ലേ? കുട്ടികൾക്ക് ഭയമാണോ പരീക്ഷയെ? കുട്ടികൾക്ക് മറ്റെന്തിനെക്കുറിച്ച് ഉത്കണ്ഠകളാണോ? ബ്രീത്തിങ് എക്സർസൈസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബ്രീത്ത് ഇൻ ചെയ്യുക, സാധിക്കുമെങ്കിൽ 2-3 മിനിറ്റ്, 2-3 മിനിറ്റൊക്കെ ഒത്തിരിയാണ്, ഒരു 20 സെക്കൻഡെങ്കിലും ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്തിട്ട് പിടിച്ചു വയ്ക്കുക, എന്നിട്ട് പുറത്തേക്ക് വിടുക. ഇതൊരു 3-4 പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസം ഉണ്ടാകും. അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുള്ളൂ, നമ്മളൊക്കെ പരീക്ഷിക്കുമ്പോൾ അങ്ങനെ കാണിച്ചുകൊണ്ട് നമ്മുടെ ശ്വാസത്തെ അങ്ങ് മൊത്തം പുറത്തേക്ക് കളയുക. ഇതൊക്കെ നമ്മൾക്ക് ഒരുപാട് റിലാക്സേഷൻ കിട്ടും. നമ്മുടെ പരീക്ഷ, നമ്മുടെ വർക്ക് പ്ലേസ്, നമ്മുടെ ഇൻ്റർവ്യൂസ്, നമ്മുടെ അനുദിന ജീവിതത്തിൽ എന്തെല്ലാം നമുക്ക് ആവശ്യമുണ്ടോ ബ്രീത്തിങ് എക്സർസൈസ്, അതായത് ബോഡി റിലാക്സ് ആവണം. അതിന് നിങ്ങൾ എന്തൊക്കെ പദ്ധതികൾ ഉപയോഗിക്കാറുണ്ടോ അത് വീണ്ടും ഉപയോഗിക്കുക. പുതുതായിട്ടൊന്നും കണ്ടെത്തേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ ആത്മാവ് എങ്ങനെ റിലാക്സ് ആകാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്തിട്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഓരോ ദിവസത്തിലെയും മുന്നോട്ടുള്ള പ്രവർത്തനത്തിന്. അത് നമ്മുടെ ആത്മവിശ്വാസം ഒരുപാട് ഉയർത്തും. സക്സസ് ആണ്. നമുക്ക് വിജയങ്ങൾ ഉണ്ടാകും തോറും നമ്മൾക്ക് അനുദിന ജീവിതത്തിലെ ഓരോ മണിക്കൂറുകളും വളരെ നന്നായിട്ട് പോയി തുടങ്ങുമ്പോൾ നമ്മൾക്കൊരു സന്തോഷം തോന്നില്ലേ? ആ സന്തോഷം നമ്മുടെ ആത്മവിശ്വാസത്തെ ഒരുപാട് വളർത്തും. അതുകൊണ്ട് റിലാക്സേഷൻ, ഡീസ്ട്രെസ് ചെയ്ത് ജീവിക്കുവാനായിട്ട് സർവേശ്വരൻ നിങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.